നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ പുതിയ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയ അവാർഡ് ദുബായിൽ വെച്ചിട്ടായിരിക്കും ഇനി സമ്മാനിക്കുക. അടുത്ത വർഷം മുതൽ ആ ഒരു അവാർഡായിരിക്കും ഫിഫയുടെ ഒരേ ഒരു ഒഫീഷ്യൽ ആനുവൽ അവാർഡ് എന്നുകൂടി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പറയുന്നു. ഈ അവാർഡിൻ്റെ പേര് ഷെയ്ഖ് ഹംദാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന ദുബായ് ഫിഫ ഗ്ലോബൽ അവാർഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന ആ ഫിഫ ബെസ്റ്റ് അടുത്ത വർഷം മുതൽ ഉണ്ടാവില്ല. അതിന് പകരം ദുബായ് ഫിഫ ഗ്ലോബൽ അവാർഡായിരിക്കും ഉണ്ടാവുക. അതായത് പേര് മാറ്റുന്നു, ഇനി ദുബായിൽ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം നടക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഫിഫയും ദുബായ് സ്പോർട്സ് കൗൺസിലും ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുന്നു. ഫോർ ന്യൂ അവാർഡ്സ് ടു സെലിബ്രേറ്റ് ദി ബെസ്റ്റ് ഇൻ ഫുട്ബോൾ ആനുവലി എന്ന് പറഞ്ഞുകൊണ്ട് ഫിഫ തന്നെ ഒഫീഷ്യലി ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് അവാർഡ് സെറമണി ടു ടേക്ക് പ്ലേസ് ഇൻ 2026 എന്ന് ഫിഫ തന്നെ പറയുന്നു. ആനുവൽ ഇവൻറ്റ് ടു ബി ദി ഓൺലി ഒഫീഷ്യൽ ഗ്ലോബൽ അവാർഡ്സ് ദാറ്റ് ഓണേഴ്സ് ബെസ്റ്റ് പെർഫോമേഴ്സ് ഓൺ ആൻഡ് ഓഫ് ദി പിച്ച് ഒക്കെ ഫിഫ തന്നെ ഒഫീഷ്യൽ അറിയിക്കുകയാണ്. അതായത് ഇനി മുതൽ ഫിഫയുടെ ആനുവലി നടക്കുന്ന ഒഫീഷ്യൽ ഗ്ലോബൽ അവാർഡായിട്ട് ഈ അവാർഡായിരിക്കും, ദുബായ് ഫിഫ ഗ്ലോബൽ അവാർഡായിരിക്കും ഉണ്ടാവുക എന്നാണ് ഫിഫ തന്നെ പറയുന്നത്. എന്തായാലും നമ്മൾ വിശദമായിട്ട് റിപ്പോർട്ടിലേക്ക് പോകുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അദ്ദേഹം നമുക്കറിയാം ദുബായിയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫ് ഡിഫൻസും ഒക്കെയാണ്. അദ്ദേഹം ചെയർമാൻ ഓഫ് ദി എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദുബായി ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ, അതോടൊപ്പം തന്നെ ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അദ്ദേഹം ദുബായ് സ്പോർട്സ് കൗൺസിലിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ അനൗൺസ് ചെയ്യുന്നു ദി ലോഞ്ച് ഓഫ് എ ന്യൂ ആനുവൽ വേൾഡ് ഫുട്ബോൾ അവാർഡ്സ് ഇവൻറ്റ് ഇൻ ദുബായ്. 2026 മുതലായിരിക്കും ഈ ഒരു അവാർഡ് കൊടുക്കുക. അതായിരിക്കും ഫിഫയുടെ അതത് വർഷങ്ങളിലെ ഒരേ ഒരു ഒഫീഷ്യൽ അവാർഡ് സെറമണി എന്നുകൂടി ഈ വാർത്തയിൽ ഫിഫ തന്നെ അറിയിക്കുന്നുണ്ട്. പിന്നെ ജിയാനി ഇൻഫാന്റിനോ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഐ ആം എക്സൈറ്റഡ് ടു കൺഫേം ദി ലോഞ്ച് ഓഫ് എ ന്യൂ ആനുവൽ വേൾഡ് ഫുട്ബോൾ അവാർഡ്സ് ഇവൻറ്റ് ഇൻ ദുബായ് which from 2026 will be the official FIFA awards ceremony that will unite the best of the global game to celebrate and honor top achievements from the previous year. അപ്പോൾ ദുബായിൽ വെച്ചിട്ടാണ് ഇനി ഇത് കൊടുക്കാൻ പോകുന്നത് എന്നും അതുമാത്രമായിരിക്കും ഇനി ഒരേ ഒരു അവാർഡ് എന്നും അദ്ദേഹവും പ്രഖ്യാപിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനും അതുപോലെ തന്നെ ദുബായ് സ്പോർട്സ് കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ദുബായിൽ നമ്മൾ ഒരുമിച്ച് ഇനി ഫുട്ബോളിൻ്റെ ഒരു വസന്തം തീർക്കുകയാണെന്ന് പറയുന്നു. ദുബായെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ സിറ്റി ദാറ്റ് ലൈവ്സ് ആൻഡ് ബ്രീത്ത്സ് ഫുട്ബോൾ എന്നാണ്. ഫുട്ബോൾ ശ്വസിക്കുകയും ഫുട്ബോളിൽ ജീവിക്കുകയും ചെയ്യുന്ന സിറ്റി എന്നാണ് ദുബായിയെ ഫിഫ പ്രസിഡൻറ്റ് ഇപ്പോൾ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഷെയ്ഖ് ഹംദാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിലൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്, ഇതിൻ്റെ പേര് തന്നെ, ഈ അവാർഡിൻ്റെ പേര് അദ്ദേഹമാണ് പറയുന്നത് ദുബായ് ഫിഫ ഗ്ലോബൽ അവാർഡെന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് കുറിപ്പിട്ടിരിക്കുന്നത്: ഓൺ ദി സൈഡ് ലൈൻസ് ഓഫ് ദി ഇനാഗുറൽ വേൾഡ് സ്പോർട്സ് സമ്മിറ്റ് organized by Dubai Sports Council and attended by over 1,500 sports stars and leaders from around the world. ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ, അതായത് വേൾഡ് സ്പോർട്സ് സമ്മിറ്റിൻ്റെ സന്ദർഭത്തിലായി മെറ്റ് വിത്ത് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. എന്നിട്ട് ഞാൻ സാക്ഷിയായി ആ ഒരു സൈനിങ്ങിന്, പുതിയ ഒരു എഗ്രിമെൻറ്റ്, അതുവഴി ടു ലോഞ്ച് ദി ദുബായ് ഫിഫ ഗ്ലോബൽ അവാർഡ്, അതിൻ്റെ സൈനിങ്ങിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും I also honored the winners of the മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ സ്പോർട്സ് അവാർഡ്. ഞാൻ വളരെയധികം അഭിമാനത്തിലാണ് ഈ സമ്മിറ്റ് ടീമിൻ്റെ കാര്യത്തിൽ, വിച്ച് എംബഡീസ് ദുബായ്സ് വിഷൻ ഓഫ് സ്പോർട്സ് ആൻഡ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ദാറ്റ് യുണൈറ്റ്സ് പീപ്പിൾ അക്രോസ് ദി ഗ്ലോബ് ആൻഡ് ഇൻസ്പയർസ് ജനറേഷൻസ് എന്ന് ഇപ്പോൾ ഷെയ്ഖ് ഹംദാനും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടുത്ത വർഷം മുതൽ ഫിഫ ബെസ്റ്റിൻ്റെ
പേര് മാറുന്നു. അതിൻ്റെ വേദി ഇനി ദുബായ് തന്നെയായിരിക്കും. ദുബായ് ഫിഫ ഗ്ലോബൽ അവാർഡ് എന്ന രൂപത്തിലേക്ക് അതിൻ്റെ പേര് മാറാൻ പോകുന്നു. പ്രോഗ്രാം ഇനി ദുബായിലായിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.